അമ്മ എന്റെ ഫുഡ് എവിടെ? നിന്റെ ബർഗർ അവനകത്ത് വെച്ചിട്ടുണ്ട്, വേണേ എടുത്ത് കഴിക്കടാ. അമ്മ, ഇന്ന് അടുത്ത എന്റെ ഫേവറേറ്റ് കുക്കുംബർ ഇല്ല. കുക്കുംബർ എവിടെ? എടാ, ഇനി ഇതും കൂടെ ഉള്ളൂ. നീ നിന്റെ പപ്പ വരുമ്പോ പറ, നാട്ടുകാരുടെ കാര്യം മാത്രം അന്വേഷിച്ച് നടക്കാതെ ഇടയ്ക്ക് ഈ വീട്ടിലെ കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കാൻ. എടാ നിക്കടാ അവിടെ, നിന്നോടാ പറഞ്ഞേ. ഇവിടെ താടാ ചെറുക്ക. എഞ്ചോളെ പറ. മനുഷ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ നിങ്ങളുടെ മകനെ മര്യാദയ്ക്ക് വളർത്തിക്കോണം, അല്ലെങ്കിൽ പോകുന്ന വഴിക്കെല്ലാം പൊക്കിക്കൊണ്ട് പൊക്കോണം. എടി, ഒരു പുതിയ മലയാളി ഫാമിലി എനിക്കിതെന്ന് തോന്നുന്നു. ഞാനും നോക്കട്ടെ. ആണോ ഇച്ചയ്യ? അതെ, അവരെ വിടാതെ പിടിച്ചോണം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവരുടെ കൂടെ ഒരു സെൽഫിയും കൂടി എടുത്തിട്ടേ വരാവുള്ളൂ. എന്നിട്ട് ആ സെൽഫി സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ട് വേണം എനിക്ക് അവളുമാരെയൊക്കെ ഒന്ന് വിഷമിപ്പിക്കാൻ. ഹലോ, മലയാളിയാണല്ലേ? അതെല്ലോ. ഞാൻ ജോയ്. വരുൺ. 2 പിള്ളേരാണല്ലേ? അതെ 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 2 പിള്ളേര്. ഇങ്ങോട്ടാ പോണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് വിടാം. ഇല്ല ചേട്ടാ, ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സാറില്ല, ഞങ്ങൾ നടന്നു പോക്കോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. ഈ ജോയിയുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ നടന്നു പോകാനോ? ചേട്ടാ, ഈ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ പോണ വഴിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാനും വാങ്ങിക്കണം. ചേട്ടന് ബുദ്ധിമുട്ടാണ്. എന്നാ ബുദ്ധിമുട്ട്? ഞാൻ ഡെയിലി എത്ര പേരെ സഹായിക്കുന്ന? ഒരു ദിവസം മിനിമം 5 പേരെ സഹായിച്ചില്ലേ എനിക്ക് ഉറക്കം വരത്തില്ല. അത് തന്നെയല്ല, ഇവിടെ അടുത്ത് നമ്മുടെ മണിയന്റെ ചായക്കടയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണിയും കിട്ടും. വണ്ടിയിലോട്ട് കയറേ. മോളീഷിനാണ്ട് അങ്കിൾ മേടിച്ചിരാം കേട്ടോ. എടാ ഊടെ പോയി ഊടിച്ചോയ്. ആരാടാ ഊടെ? പുതിയ ടീം വണ്ടിയില്. എടാ ഹിന്ദിക്കാരാ ലിഫ്റ്റ് വെച്ച് വന്നാടാ. ലിഫ്റ്റ് ഊടെ നീ വിട്ടോ. ആ ജോയിയോ, വാ വാ. കുറച്ച് നാളായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ? ഇവിടെ 4 ആള് കൂടുന്നിടത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ശാപ്പാടല്ലേ ഉള്ളൂ എൻ്റെ മണിയണ്ണ. ഇവിടുത്തെ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. എന്നാ പിന്നെ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി തന്നെ ആയിക്കോട്ടെ. ഒരു 4 എണ്ണം ആയിക്കോട്ടെ. അത് ശരി. അല്ല, നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാണോ? മുൻപൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അല്ല, പഴയതാ. ഒന്ന് പോയി ബിരിയാണി എടുത്തോണ്ട് വാ എൻ്റെ മണിയണ്ണ. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നോ? എത്രയായി? $45. അത് ചീപ്പാണല്ലോ. അയ്യോ പ്ലീസ്, ഇല്ല ഞങ്ങൾ ചെയ്തോളാം. അതൊന്നും നടക്കുകയില്ല. നിങ്ങളുടെ ഫുൾ സെറ്റപ്പ് ഞാൻ ഏറ്റെടുത്തിരിക്കുക. ചേട്ടാ, പിള്ളേർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? അതിനെന്താ, ജ്യൂസ് തരാലോ. ഞങ്ങളുടെ ഒരു കോംപ്ലിമെന്റ് ആയിട്ടിരിക്കട്ടെ. ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എടുത്ത് കുടിക്കുന്നേ. താങ്ക് യു. വരണേ ഏതായാലും ഫോം ഫില്ല് ചെയ്തല്ലായിരുന്നോ? എന്നാ ഒപ്പിട്ടേരെ, തീർന്നല്ലോ. ഇവിടെ അല്ലായിരുന്നോ? ഇതാ ഇവിടെ ഇവിടെ ഇവിടെ. ഇതാരാ? 100 ആയുസാണല്ലോ. ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ജോയ് ചേട്ടന്റെ കാര്യം. ഇതേ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറിയാ മോളെ. ഇതങ്ങാത്തോട്ട് ഒന്നുകൊണ്ട് വെച്ചേ. പിന്നെ വരണന്തിയാ മോളെ? അകത്തുണ്ട്. എനിക്ക് അസോസിയേഷൻ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. വാ, കേറി വാ. ഒയ്യോ ജോയിച്ചേട്ടാ, ജോയിച്ചേട്ടാ, എന്നാ എന്നാ പറ്റി? എടാ, ഈ റോബിനെ ഈ തന്തയിലാണ് നീ എന്നോട് കാണിക്കണ്ടായിരുന്നല്ലോടാ.
ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കേണ്ട ജോയി. അപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പ് അല്ലേ? ഗ്രൂപ്പ് കോപ്പ്. എന്റെ പച്ചക്കറി ഇങ്ങോട്ട് താ കൊച്ചേ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ പച്ച ഷർട്ട് തെണ്ടി. ഹലോ, മലയാളികളല്ലേ? അതെ, ഞാനിവിടുത്തെ മലയാളി അസോസിയേഷന്റെ ഭാരവാഹിയാണേ. സാധാരണ പുതിയതായിട്ട് ആരെങ്കിലും വന്നാ ഞാനാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത്. വാ, ഞാൻ കൊണ്ടാക്കാം. അതിന്റെ ആവശ്യമില്ല. കൊച്ചിനെ ഇങ്ങനെ താ, എന്റെ ചേച്ചി. പ്ലീസ്.